അങ്ങനെ നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാറില്ല. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നലെ നമ്മുടെ പാട്രിയോട്ട് സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ്. അതുപോലെ തന്നെ ലാലേട്ടൻ, മമ്മൂക്ക, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, അത്തരത്തിലുള്ള വലിയൊരു താരങ്ങൾ തന്നെ അഭിനയിച്ചിട്ടുള്ള ഒരു പടമാണ്. നമ്മുടെ മഹേഷ് നാരായണനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ട്രെയിലറിനെ ബന്ധപ്പെട്ട് പറയാനല്ല, ട്രെയിലർ നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഞാനിവിടെ പ്ലേ ഒന്നും ചെയ്യുന്നില്ല. ഏകദേശം 3.5 മിനിറ്റുള്ള ട്രെയിലറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ച് അഭിനയിക്കുന്ന പടം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റിയാണ്, ഈ ഒരു പടം എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു പടത്തെ ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ ഈ ഒരു പടത്തിൽ സിനിമയുടെ ഏറ്റവും അവസാനം ക്ലൈമാക്സിൽ ഒരു വേഷത്തിലാണ് അഭിനയിച്ചിട്ടുണ്ട്. വേഷമല്ല, ജസ്റ്റ് നിൽക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാനിവിടെ ഒരു NCC കാഡറ്റാണ്. എൻ്റെ കോളേജിൽ ഞാനൊരു NCC കാഡറ്റാണ്. അപ്പം ഈ പറയുന്ന NCC കാഡറ്റ്സ് ആയിട്ട് കുറച്ച് പേരെ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ 2 കൂട്ടുകാരന്മാരും കൂടി ഈ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് നേരെ പോയി. അപ്പോൾ ഈ ഒരു സിനിമയിൽ നമ്മൾ അഭിനയിക്കാനായിട്ട് പോയി. ഇൻഡോർ ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഔട്ട്ഡോർ ആയിരുന്നു. വെയിലത്ത് നിന്ന് ചത്ത് റീടേക്ക് വിളിച്ച് നമ്മളെ കുഴപ്പിച്ച് കളഞ്ഞു. വെയിലത്ത് നിന്ന് ആകെ മൊത്തം ചുവന്ന് തക്കാളിപ്പഴം വരെ പോയി പോലെയായി എല്ലാവരും. പക്ഷെ അത്രയും വെയിലായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ എറണാകുളത്തായിരുന്നു ഷൂട്ടിങ്. ഏറ്റവും അവസാനത്തെ സീനായിരുന്നു കേട്ടോ. ലാലേട്ടൻ ഉണ്ടായിരുന്നില്ല, ബാക്കിയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമയുടെ ക്ലൈമാക്സിലാണ് നമ്മൾ പോയി അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ക്ലൈമാക്സിൽ ആ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഷെയർ ചെയ്ത് ഇതിനൊക്കെ കുറേ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ നാളെ എൻ്റെ വീട്ടിൽ പോലീസ് വരും. കാരണം ഇതിൻ്റെ ക്ലൈമാക്സ് അല്ലെങ്കിൽ വേണ്ട ഓക്കെ അതിനെപ്പറ്റി പറയുന്നില്ല. അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പണി കിട്ടും. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പറയുന്ന എല്ലാവരും അഭിനയിക്കുന്നതൊക്കെ. പിന്നെ സിനിമയുടെ ചില പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, കട്ട്, റീടേക്ക്, സാർ ഒന്നുകൂടി, റീടേക്ക്, റീഅറേഞ്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്ന് സംവിധായകൻ ഇങ്ങനെ പറയുകയും മറ്റേ ക്ലാപ്പ് അടിക്കുകയും പിന്നെ ക്യാമറയൊക്കെ ഇങ്ങനെയൊക്കെ പൊങ്ങി വരുന്നത് കാണാൻ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയിൽ നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് സിനിമയിലേക്ക് നമ്മൾ വിളിക്കും. ഇപ്പോൾ തന്നെ ഒത്തിരി പടത്തിലേക്ക് അഭിനയിക്കാനായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് സൈഡിൽ മൂലക്കയിലൊക്കെ നിൽക്കാനായിട്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് പോയില്ല കേട്ടോ. അന്ന് തന്നെ പോയിട്ട് കുറേ പേർക്ക് വയ്യാതായി. കാരണം ഫുള്ള് വെയിലത്ത് നിന്ന് എല്ലാവർക്കും പനി, ജലദോഷം, തുമ്മലൊക്കെ പിടിച്ചു. ഭയങ്കരമായിട്ട് അവരുടെ ഫേസൊക്കെ ചുമന്ന് ഒരു 3 ദിവസത്തിന് ശേഷമാണ് ആ ഫേസൊക്കെ ഒന്ന് റെഡിയായി വന്നത്. കാരണം അത്രയും വെയിലായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടി. അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. പിന്നെ സെറ്റിലെ ഫുഡ്, നല്ല ഫുഡൊക്കെ കിട്ടും നമുക്ക് സെറ്റിൽ. നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ കിട്ടും. പിന്നെ ഈ പറയുന്ന പോലെ ആക്ടേഴ്സിൻ്റെ ഒക്കെ കാരവാനുകളും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കാണാനായിട്ടൊക്കെ പറ്റും. പിന്നെ ഈ പറയുന്ന ഷൂട്ടിങ്ങിൻ്റെ ആ ഒരു മെത്തേഡ് നമ്മൾ സിനിമയിൽ കാണുമ്പോൾ ഭയങ്കര പ്രീമിയം ലുക്കിൽ തോന്നിക്കുന്ന പല കാര്യങ്ങളും ഒരു തട്ടിക്കൂട്ട് ഉടായിപ്പ് സെറ്റപ്പിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സെറ്റപ്പായിട്ടൊക്കെ തോന്നും. ഈ പറയുന്ന പോലെ ഈ സ്മോക്കൊക്കെ ഇടുമല്ലോ, സ്മോക്കൊക്കെ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുന്തിരിക്കം ചട്ടിയിലാക്കിയിട്ട് ആ ഒരു ചട്ടിയിൽ എന്തോ ഒരു സംഭവമൊക്കെ ഒഴിച്ചിട്ട് ഇവർ മൊത്തം കിടന്ന് ഓടും. 2-3 പേര് ഇങ്ങനെ കുമ്പിട്ട് കിടന്ന് ആ ഒരു സെറ്റ് ഫുള്ള് കിടന്ന് ഓടും. അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. നമുക്ക് സിനിമയിൽ കാണുമ്പോൾ ഭയങ്കര പ്രീമിയം ലുക്കായിട്ടൊക്കെ തോന്നും. അപ്പോൾ അത്തരത്തിലുള്ളൊരു സെറ്റിലൊക്കെ പോയി അഭിനയിക്കാനല്ല, ചുമ്മാ നിൽക്കാൻ പറ്റി. അപ്പോൾ എന്താണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പാട്രിയോട്ട് മൂവി എന്തായാലും സിനിമ തിയേറ്ററുകളിൽ വരുന്ന സമയത്ത് എല്ലാവരും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ലാലേട്ടനും നമ്മുടെ ഈ പറയുന്ന ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, മമ്മൂക്ക, നയൻതാര, അത്തരത്തിലുള്ള രേവതി, അത്തരത്തിലുള്ളൊരു വലിയ താരനിര ഒന്നിക്കുന്നൊരു പടമാണ്. ഒരുപാട് നാൾക്ക് ശേഷമാണല്ലോ ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും എല്ലാവരും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. അത്യാവശ്യം നല്ലൊരു ഫിലിം തന്നെയാണ്. അതിൻ്റെ ട്രെയിലറൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുറേ പേർ അപ്പോൾ ഒത്തിരി പേർക്ക് ഈ പറയുന്ന ട്രെയിലറിനെ ബന്ധപ്പെട്ടുകൊണ്ട് സമ്മിശ്ര അഭിപ്രായം കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ സിനിമ ഇറങ്ങുമ്പോൾ അടിപൊളിയായിരിക്കും. കാരണം ആ ഒരു സ്ക്രിപ്റ്റിങ്ങും ഇവരുടെയൊക്കെ ആ ഒരു അഭിനയവും എല്ലാം കൂടി ചേർത്ത് സെറ്റപ്പ് ആയിരിക്കും പടം. അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക. ഈ പറയുന്ന പാട്രിയോട്ട് സിനിമയുടെ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്